ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഡിസംബർ 18 ബസ്സിൽ വെച്ച് മോഷ്ടിക്കപ്പെട്ട എൻ്റെ പേഴ്സാണ്. ഇന്ന് 29-ാം തീയതി എനിക്കത് തിരിച്ചു കിട്ടി. ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ബസ് യാത്രകളിലും മറ്റും എല്ലാവരും കെയർഫുൾ ആവാനും അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാനുമാണ്. എനിക്ക് 18-ാം തീയതി വൈകുന്നേരം 4:15 ചെമ്മാട് നിന്ന് ചേളാരി വരെയുള്ള യാത്രയിൽ ഒരു കോട്ടക്കടവ് ബസ്സായിരുന്നു. ചേളാരി വരെയുള്ള യാത്രയിലാണ് ഇത് നഷ്ടപ്പെടുന്നത്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ബാഗിൻ്റെ സിബ് പകുതി തുറന്ന രീതിയിൽ കണ്ടത്. അപ്പോൾ ബാഗ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ പേഴ്സ് അതിൽ ഉണ്ടായിരുന്നില്ല, മൊബൈൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിലേക്ക് ആ ടീച്ചറെ വിളിച്ചു. ടീച്ചറെ കണ്ടക്ടർക്ക് ഫോൺ കൊടുത്തു. അപ്പോൾ സംസാരിച്ചു. അപ്പോൾ ആ ബാഗ് താഴെയൊന്നും ബസ്സിലൊന്നും വീണ് കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി. സാധാരണ എൻ്റെ പേഴ്സിൽ ക്യാഷൊന്നും അധികം ഉണ്ടാവാറില്ല, ബസ് ഫെയർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ അന്ന് നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ ആധാർ കാർഡ്, പാൻ കാർഡ്, ATM കാർഡ്, പിന്നെ ഗ്യാസ് കസ്റ്റമർ കാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും പിന്നെ ഈവനിങ് പരാതി ഫയൽ ചെയ്തു. ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊന്നും പോവേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയയിലോ പോയി ചെയ്യാൻ പറ്റും. അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ വൈകുന്നേരം എനിക്ക് ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു. ഇതായിരുന്നു കേട്ടോ ബാഗ്. ഈ ബാഗിൽ നിന്നാണ് പേഴ്സ് മിസ്സായത്. ഓട്ടോ ഡ്രൈവറായിരുന്നു വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോയുടെ സീറ്റിനടിയിൽ ഒരു പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പോൾ എൻ്റെ നമ്പർ അദ്ദേഹം അതിലെ ഗ്യാസ് കൺസ്യൂമർ കാർഡിൽ ഉള്ളതുകൊണ്ട് ആ ഗ്യാസ് ഏജൻസിയിൽ പോയിട്ട് എൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അല്ലാതെ ആധാറിലും പാൻ കാർഡിലൊന്നും നമ്മളെ നമ്പർ ഇല്ലല്ലോ. അങ്ങനെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അപ്പോൾ തിരിച്ച് പോകാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പോയി പേഴ്സ് വാങ്ങി. അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ എൻ്റെ പേഴ്സ് മോഷ്ടിച്ച ആൾ ഉപേക്ഷിച്ചതായിരിക്കാം. എന്തായാലും ആ ഓട്ടോക്കാരൻ്റെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് എൻ്റെ രേഖകളെല്ലാം തിരിച്ചു കിട്ടി.